വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ലെവലിനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ എന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. റെസിസ്റ്റൻസ് ഏരിയയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു. മാത്രമല്ല ഇവിടെ പലതവണ വന്നിട്ട് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ദിവസമായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇന്നും മാർക്കറ്റ് അവിടേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ വൺ ഡേയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇത്രയാണ്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസ് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് 242K, അതുപോലെ തന്നെ ഫോർകാസ്റ്റ് 234. അതായത് പ്രീവിയസിനേക്കാളും മുകളിലാണ് ഫോർകാസ്റ്റ് നിൽക്കുന്നത്. ഇതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് പ്രീവിയസിനേക്കാളും ചെറിയൊരു ഫിഗർ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനേക്കാളും ചെറിയൊരു ഫിഗർ വരികയാണെങ്കിൽ USD സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് ഈ ന്യൂസ് കൊണ്ട് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ, ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് സപ്ലൈ നടന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ ഇതൊരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. നോക്കിയാൽ കാണാം, ഇന്നലെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ നിന്നായിരിക്കാം മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി റെസിസ്റ്റൻസ് ഏരിയ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് ഓൾ ടൈം ഹൈ എന്നുള്ളത്. അപ്പോൾ നേരത്തെ വരച്ചിരിക്കുന്ന വൺ ഡേയുടെ റെസിസ്റ്റൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ, അതായത് ഈ ലോയിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. പ്രത്യേകിച്ച് നോക്കിയാൽ കാണാം, ഈ ഏരിയയിലേക്കൊക്കെ ഒന്ന് റീടെസ്റ്റ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു ലോയിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ഇപ്പോൾ ലാസ്റ്റ് വന്ന് എടുത്ത സപ്പോർട്ട് ട്രെൻഡ് ലൈനിന് എടുത്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കറന്റ്ലി ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത ഹൈയിലേക്ക് ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഏറെക്കുറെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ താഴോട്ടേക്ക് വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിലേക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് വലുതാണ്, ടാർഗറ്റും അത്യാവശ്യം വലുതാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ച് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് നല്ലൊരു ക്യാൻഡിലോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്, അതുപോലെ തന്നെ മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയയും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്, വീണ്ടും കാണുന്നുണ്ട്. അതെപ്പോഴും ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ മുകളിൽ നിന്ന്, അതായത് ഓൾ ടൈം ഹൈയുടെ മുകളിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരുപക്ഷെ 2990 വരെയൊക്കെ ഏറെക്കുറെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്ന് എത്തുമോയെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പറഞ്ഞ രണ്ട് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഈ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നിന്ന് വലിയ രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടുകയാണ്. ഒരുപക്ഷെ ബ്രേക്ക് ചെയ്തിട്ടുള്ള റിജക്ഷൻ ആയാലും, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള റിജക്ഷനും കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെൽ എൻട്രി എടുക്കാം. സെൽ എൻട്രി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്നൊരു സെൽ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ ട്രെൻഡ് ലൈനിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ടാർഗറ്റ് വെച്ചിട്ട് സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മൂവ്മെന്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് നോക്കാം. പിന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ഒന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരെ ഒരു സെൽ എൻട്രി ചിലപ്പോൾ കിട്ടും.
അതായത് ഈ ട്രെൻഡ് ലൈൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. ഒരുപക്ഷെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്. കൺഫർമേഷൻ കിട്ടിയിട്ടും വീണ്ടും മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈനിന്റെ മുകളിലോട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്, ഇവിടേക്ക് നിൽക്കുകയാണ് എങ്കിൽ, അതായത് മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെ വന്നതിന് ശേഷം റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി, അല്ലെങ്കിൽ റിജക്ഷൻ പാറ്റേണോ കിട്ടി കഴിഞ്ഞിട്ട് ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ വരികയാണ്, വന്നിട്ട് റീടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം മോശമില്ലാത്ത ട്രേഡ് കിട്ടുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. തുടക്കത്തിലെ മാർക്കറ്റ് അതിനുള്ള സിഗ്നലുകൾ തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ട്രേഡിന്റെ സ്ട്രാറ്റജിയും നല്ല രീതിയിൽ വർക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന ഏരിയാസിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ടുള്ള പ്രൈസ് പോയിന്റുകൾ നമ്മൾ പറയുന്നില്ല, ഇവിടെ സോണുകളാണ് പറയുന്നത്. സോണുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സോണിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഈ സോണുകൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അവിടെ നിന്ന് ബ്രേക്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് മാർക്കറ്റിന്റെ ഒരു ഡൈനാമിക്സ്. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.